ഉണ്ണി നബിയുടെ കാലം കഴിഞ്ഞ് ഖിലാഫത്തിന്റെ ഭാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയും 2 വർഷം കഴിഞ്ഞ് അടുത്ത ഒരു 10 വർഷത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത നേരം യാ അമീറൽ മുഅ്മിനീന ജുസീതൽ ജന്ന, വിശ്വാസികളുടെ നേതാവായവരെ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകട്ടെ എന്നൊരു കവിതയായി ചൊല്ലുകയാണ്. അമീറുൽ മുഅ്മിനീനെ, ഭരണാധികാരിയെ, എന്റെ പെൺമക്കൾക്ക് വസ്ത്രമില്ല, അവരുടെ ഉമ്മക്കും, അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്കും എന്റെ പെൺമക്കൾക്കും, അവരെ എനിക്കുള്ളൂ, ആൺമക്കളില്ല, എന്റെ പെൺകുട്ടികൾക്കും അവരുടെ ഉമ്മക്കും അമീറുൽ മുഅ്മിനീൻ വസ്ത്രമായി എന്തെങ്കിലും എനിക്ക് നൽകണം. വകുല്ലനാ മിനസ്സമാനി ജുന്നാ, ഞങ്ങൾക്ക് നാണം മറക്കാൻ, ഞങ്ങൾക്ക് അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ സഹായകമാകണമേ. അഖ്സംതു ബില്ലാഹി ലതഫ്അലന്നാ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തമാശ കൊണ്ട് ചോദിച്ചു, ഞാനത് ചെയ്തില്ലെങ്കിലോ, ഞാനത് ചെയ്തില്ലെങ്കിലോ എന്ത് സംഭവിക്കും? പറഞ്ഞു, ഇദൻ അബാ ഹഫ്സിൻ ലഅംയന്നാ, നിങ്ങൾ തരില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും. നിങ്ങൾ പോയാൽ എന്ത് സംഭവിക്കും? അദ്ദേഹം പറഞ്ഞു, ഇദൻ അബാ ഹഫ്സിൻ ലതുസ്അലന്നാ യൗമ തകൂനുൽ ഉഅതയാതു ജന്നാ وموقف المسؤول بينهن إما إلى نار وإما جنة. ഞാനങ്ങ് പോകും, എന്നാലും നിങ്ങളോട് അല്ലാഹു ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഭരണാധികാരിയായിരുന്നില്ലേ? ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരായിരുന്നില്ലേ? ലതുസ്അലന്ന, ഉമറേ നിങ്ങളോട് ചോദിക്കപ്പെടും. യൗമ തകൂനുൽ ഉഅതയാതുൽ ജന്ന, അന്ന് അല്ലാഹു നൽകുന്ന റബ്ബിന്റെ ദാനങ്ങൾ എന്ന് പറയുന്നത് സ്വർഗമാണ് എന്ന് കിട്ടാൻ പോകുന്നത്. വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്ന ഇമ്മാ ഇലന്നാരി വഇമ്മൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. ഈ 2 പ്രതിഫലത്തിന്റെ, ഒരു ശിക്ഷയുടെയും പ്രതിഫലത്തിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് അല്ലാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ, ഉമറേ നിങ്ങളോട് ഞങ്ങൾ ചോദിച്ച ഈ ഒരു അപേക്ഷക്ക് നിങ്ങൾ മുഖം തിരിഞ്ഞതിന് അല്ലാഹുവിനോട് നാളെ മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ കരഞ്ഞു പോയത്. ഉമർ റളിയല്ലാഹു അൻഹു തമാശക്ക് ചോദിച്ചതായിരുന്നു അത്. പക്ഷേ മറുപടി വന്നത്, ഞങ്ങൾ അവിടെ വെച്ച് കാണാം. സത്യവിശ്വാസികൾക്ക് അത്രേ പറയാനുള്ളൂ. ഇവിടെ വഞ്ചിക്കുന്നവരുണ്ട്. ഈ ലോകം അങ്ങനെയാണ്. വഞ്ചന നടത്തുന്നവരുണ്ട്. പച്ചക്കള്ളം ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി നമ്മുടെ സ്വത്ത് അപഹരിക്കുന്നവരുണ്ടാകാം, നമ്മുടെ അവകാശം ഹനിക്കുന്നവരുണ്ടാകാം, നമുക്ക് ഹക്കായത് ലഭിക്കാതെ പോകാൻ അവസരമുണ്ടാക്കുന്നവരുണ്ടാകാം, നമ്മുടെ ന്യായം അന്യായമാണെന്ന് വാദിക്കാൻ ആളുകളുണ്ട് ഇവിടെ. എന്നാൽ ഇതെല്ലാം പൊളിച്ചെഴുതപ്പെടുന്ന, സത്യം മാത്രം വിജയിക്കുന്ന ഒരു കോടതിയുണ്ട്. ആ കോടതിയിലെ ജഡ്ജിമാർ, അവിടെ ജഡ്ജിമാർ എന്ന് പറയാനില്ല, ഒരു ജഡ്ജേ ഉള്ളൂ, അത് അല്ലാഹുവാണ്. ഹുവൽ ഹക്കമുൽ അദിൽ, പരമമായ നീതി മാത്രം, നീതിമാനായ, നീതിഭദ്രമായി മാത്രം കാര്യങ്ങൾ വിധിക്കുന്ന അല്ലാഹുവിന്റെ കോടതിയിൽ അവിടെ വെച്ച് കാണാമെന്ന് മാത്രമേ ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയൂ. ഇവിടെ നിന്ന് നടക്കില്ലെങ്കിൽ കോടതിയെ സമീപിക്കാം, പക്ഷേ നീതി ലഭിച്ചില്ലെങ്കിലോ? നീതി ലഭിക്കുന്ന ഒരു ഇടമുണ്ട്. അവിടെ ഒരു കൊലയാളിക്കും
ഒരാൾക്കും ഒരു വഞ്ചകനും അവിടെ രക്ഷപ്പെടുക സാധ്യമല്ല. ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതുണ്ട്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ മനുഷ്യൻ കർമ്മങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖമീസ് അഴിച്ചു കൊടുത്തിട്ട് മഹാനവരുടെ കണ്ണിന്റെ കണ്ണിനീർ താടിരോമത്തിലൂടെ ഉറ്റി വീഴുകയായിരുന്നു. എന്നിട്ട് മഹാനവറുകൾ ആ ചോദിച്ച പിതാവിന്റെ കൈകളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു അത് ഏൽപ്പിച്ചു കൊടുക്കുന്നു. തന്റെ ഖമീസ്, തന്റെ കുപ്പായം അത് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, നിങ്ങൾക്ക് ഞാൻ തരാം. കാരണം അല്ലാഹുവിന്റെ കോടതിയെ സംബന്ധിച്ച് പറയുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ കിടുകിടാ വിറച്ചു പോവുകയാണ്. ഒരു മുഅ്മിന്റെ സ്വഭാവം അതാണ്. ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു زادتهم إيمانا وعلى ربهم يتوكلون إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم. സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് ആരാ? വെറുതെ നടക്കുന്നവരാണോ? അവകാശം പറയുന്നവരാണോ? ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, ഖാലല്ലാഹു അസ്സ വജൽ എന്ന് കേട്ടാൽ, ഖാലല്ലാഹ് അല്ലാഹുവിന്റെ വചനമാണ്, ഖുർആനാണ് എന്ന് കേട്ടാൽ, പുണ്യനിബിതങ്ങളാണ് ഈ പറയുന്നത് എന്ന് കേട്ടാൽ, വജിലത് ഖുലൂബുഹും അവരുടെ ഹൃദയം പേടിച്ചു പോകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ സാദതുഹും ഈമാനാ, ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണത്. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണത്. അല്ലാഹുവിനെ പറയപ്പെടുമ്പോൾ കണ്ണുകൾ നനയുന്നവരാണത്രേ വിശ്വാസികൾ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ ഓതപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നവരാണ് വിശ്വാസികൾ. ആ വിശ്വാസികളുടെ നേതാവാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വസായിർ സ്വഹാബത്തി റസൂലില്ലാഹി അജ്മഈൻ. ഉമറേ ഇദൻ അബാ ഹഫ്സിൻ ലതുസ്അലന്ന യൗമ തകൂനുൽ ഉത്യാതുൽ ജന്ന വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്ന ഇമ്മാ ഇലൻ നാരി വഇമ്മൽ ജന്ന. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ പെൺമക്കൾക്കും എന്റെ ഭാര്യയ്ക്കും ഒന്നും ഉടുക്കാൻ ചോദിച്ചപ്പോൾ തന്നില്ലല്ലോ ഉമറേ എന്ന് ഞങ്ങൾ പരാതി പറയും. ഇതല്ലാതെ ഞാൻ എന്തു ചെയ്യാനെന്ന് പറഞ്ഞപ്പോഴേക്കും കണ്ണുകൾ നനഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് തന്റെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് ഖമീസ് ഊരിക്കൊടുത്ത ഭരണാധികാരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ദാനശീലം നമുക്കിവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു മിച്ചം വന്നാൽ, നിങ്ങളുടെ സഹായം കൊണ്ട് എന്തെങ്കിലും സാധ്യമായാൽ യതീമുകളായി വളർന്ന പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാനുള്ള തീരുമാനങ്ങളുണ്ടത്രേ. അല്ലാഹു തആല ലക്ഷ്യങ്ങളെ പൂവണിയിക്കട്ടെ. ആ മക്കൾക്ക് നല്ല മംഗല്യ സൗഭാഗ്യം അല്ലാഹു നൽകട്ടെ. അതിന് സഹായം നൽകാൻ കഴിയുന്ന ആളുകൾ അത് ചെയ്യണം. വയുത്ഇമൂന الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. ഇവിടെ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു. ആരുടെ ദാനത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ കൈകളിൽ വരുന്ന ഒരു പൊതിച്ചോറെന്ന് നിങ്ങൾക്കറിയുമോ? ആരായിരിക്കും ആ ഭാഗ്യവാൻ? നിങ്ങളുടെ വായിലേക്ക് നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ തിന്നാൻ പോകുന്ന ഈ അരിയുടെ അല്ലെങ്കിൽ ചോറിന്റെ ഭക്ഷണത്തിന്റെ അതിന്റെ കാരണക്കാരാരാണാവോ?
ആരൊക്കെയാണ് ആ ഒരു ഭക്ഷണം നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ സഹായികളായത്? എത്രയായിരിക്കും അവരുടെ പ്രതിഫലം എന്നറിയോ? എത്ര വലിയ കൂലിയായിരിക്കും? അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. തങ്ങൾ പറയുമായിരുന്നു, ഉയർന്നു നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാളും മെച്ചം. ഖൈർ, the upper hand is better than the lower hand എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈയാണ് വാങ്ങിക്കുന്ന കൈയിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കൊടുക്കുന്നവരാണ് നമ്മുടെ വോളണ്ടിയേഴ്സ്, നമ്മുടെ സംഘാടകർ. ദാനം ചെയ്യുകയാണ്, അത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്ന, ശരീരത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ഒരു ദാനം. വിശുദ്ധ ഖുർആൻ പറയും, നോക്കൂ, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി. അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് അവര് ഭക്ഷണം കൊടുക്കുന്നവരാണ്. ആർക്കൊക്കെ? മിസ്കീനൻ, പാവപ്പെട്ടവർക്ക്, വയതീമൻ, യതീമുകൾക്ക്, വഅസീറാ, ബന്ധനസ്ഥരായി കിടക്കുന്നവർ, അന്യായമായി ജയിലിൽ കിടക്കുന്നവർ, മോചനം സാധ്യമാവാതെ കിടക്കുന്ന നിരപരാധികൾ, കുറ്റം തെളിയിക്കപ്പെടാത്തവര്, എന്നാൽ ജയിലുകളിൽ കിടക്കുന്നവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉണ്ടാകും. അല്ലാഹു അവർക്കൊക്കെ മോചനം നൽകട്ടെ. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. നിങ്ങൾക്ക് നാം ഭക്ഷണം നൽകുന്നത് ലിവജ്ഹില്ലാഹ്. അല്ലാഹു നാളെ പരലോകത്തിനക്ക് പ്രതിഫലം നൽകണം എന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രമാണ്. ഒരു സെൽഫിയോ, ഒരു ഫോട്ടോയോ, ഒരു സ്ക്രീൻഷോട്ടോ, അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും നിങ്ങളുടെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയോ, ഇതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ നിങ്ങൾക്ക് അന്നം നൽകുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കാനാണ് എന്ന് പറഞ്ഞ് ദാനം ചെയ്യുന്നവരാണ് വിശ്വാസികൾ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. എന്താ ശുക്കൂറ എന്ന് പറഞ്ഞാ? ശുക്രൻ, താങ്ക് യു, നന്ദി എന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദാനം ചെയ്യുന്നവർ. ഒരു നന്ദിയും വേണ്ട,